ആഫ്റ്റർ ഡെലിവറി ഞാൻ ഒരു 78 കിലോളം ഉണ്ടായിരുന്നു. എൻ്റെ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത് 152 സെൻറ്റിമീറ്റർ. അപ്പോൾ 152 സെൻറ്റിമീറ്റർ ഉള്ള ഒരാൾക്ക് മാക്സിമം പോയി കഴിഞ്ഞാൽ 55 കിലോ 50 കിലോക്കുള്ള ഉള്ളിലാണെന്നുണ്ടെങ്കിൽ 50 kgs ഉള്ളിലാണെന്നുണ്ടെങ്കിൽ അപ്രോപ്രിയേറ്റ് ആണ് ബോഡി വെയ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും എക്സസ് ആണ്. അപ്പോൾ എനിക്ക് തന്നെ സത്യം പറഞ്ഞാൽ ആഫ്റ്റർ ഡെലിവറി ഒരു കോൺഫിഡൻസ് കുറവ്, ഭയങ്കര ഏജ്ഡ് ലുക്ക്. ടു ബി ഫ്രാങ്ക്, തടി കൂടിയതുകൊണ്ടാണെന്ന് പറഞ്ഞാൽ എനിക്ക് മുന്നത്തെ പിക്കും ഇതും കണ്ടു കഴിയുമ്പോൾ ഒരു ഭയങ്കര വിഷമം, മനസ്സിന് ഭയങ്കര വിഷമം. പിന്നെ ഡ്രസ്സ് ഇടാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷമം. നമുക്ക് നല്ല ഡ്രസ്സൊക്കെ നമ്മൾ ചിലത് പർച്ചേസ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, അപ്പോൾ നമ്മുടെ ലെവലിനുള്ളതൊന്നുമില്ല. എല്ലാം അതായത് ഞാൻ ലാർജ് സൈസിൽ LM യൂസ് ചെയ്തിരുന്ന ആളാണ്, XL ഡബിൾ XLോട്ടൊക്കെ പോയി. അപ്പോൾ എനിക്ക് തന്നെ മനസ്സിന് ഭയങ്കര സങ്കടം. എങ്ങനെയെങ്കിലും വെയിറ്റ് കുറയ്ക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. പക്ഷേ ബേബി ഉള്ളതുകൊണ്ട് നമുക്ക് ഫീഡിങ്ങും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് വെയിറ്റ് ചെയ്യണം. നമ്മൾ ഉടനടി ആഫ്റ്റർ ഡെലിവറി വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളത് അത് പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു ഇതല്ല. അപ്പം ഞാൻ വെയിറ്റ് ചെയ്തു സത്യം പറഞ്ഞാൽ. എൻ്റെ ബേബി ഫീഡിങ് നിർത്തുന്നത് വരെ ഒരു 1.5 ഇയർ കഴിഞ്ഞിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ഈ 1.5 ഇയർ വരെയും എനിക്ക് 78 കിലോ വെയിറ്റിലായിരുന്നു. അതെ, അത് കുറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, കുറയുന്നില്ല. ആഫ്റ്റർ ഡെലിവറി യൂഷ്വലി കുറച്ച് പേർക്കെങ്കിലും വെയിറ്റ് കുറയും. പക്ഷെ ഞാൻ നല്ല ഫുഡ് ആയിരുന്നു കേട്ടോ ആ ടൈമിൽ. എന്ന് വെച്ചാൽ നല്ല ഫുഡ് മീൻസ് നന്നായി ഭക്ഷണം കഴിക്കുമായിരുന്നു. ഫ്രൈഡ് ഫുഡായാലും എല്ലാം ഒരു എന്താ പറയുക, ലക്കില്ലാണ്ട് കഴിക്കാന്ന് പറയില്ല, അങ്ങനെ കഴിക്കുന്ന ടൈപ്പ് ആയിരുന്നു ആ ടൈം. വെള്ളമൊക്കെ കുടിക്കും, ഡ്രിങ്ക്സ്, എന്നാലും ഫുഡിന് ഒരു റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഫീഡിങ് നിർത്തിയ പാടെ നിർത്താൻ പോകുന്നു എന്നുള്ള ഒരു ടൈമോട് കൂടി ഞാൻ മെയിനായിട്ട് ശ്രദ്ധിച്ചിരുന്നത് എൻ്റെ പോർഷൻ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ആദ്യം മൈൻഡിൽ ഉണ്ടായിരുന്നത്. പിന്നെ അതുപോലെ ഫീഡിങ് ഒക്കെ ചെയ്യുന്ന ടൈമിൽ ആഫ്റ്റർ ഡെലിവറി ഫുൾ കംപ്ലീറ്റ് റെസ്റ്റ് ഒക്കെ തന്നെയായിരുന്നു. വാക്കിംഗ് അങ്ങനെ കാര്യമായിട്ട് എക്സസൈസോ ഒന്നും തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എത്ര kg കുറയ്ക്കണം എന്നുള്ളത് ആദ്യം മൈൻഡിൽ ഫിക്സ് ആക്കി ഒന്ന്. പിന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഞാൻ പറഞ്ഞല്ലോ, കാപ്സാണ് ഞാൻ റെഡ്യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിച്ചത്. ഫുഡ് ഇൻടേക്ക് കുറയ്ക്കാൻ നല്ലോണം ബുദ്ധിമുട്ടി. കാരണം നമ്മൾ കഴിച്ച് അതാണ് ഒരുപാട് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് കുറയ്ക്കാന്നുള്ളത്, ക്രേവിങ് കുറയ്ക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം മാത്രമല്ല നമ്മുടെ ആ ഒരു ആമാശയം സ്റ്റൊമക്ക് എന്ന് പറയുന്നത് അതിനനുസരിച്ച് വലുതായിട്ടുണ്ട്. അപ്പം നമ്മൾ കഴിക്കുന്നതനുസരിച്ച് അതും ഇങ്ങനെ വലുതായിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ തടിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ഒരു ഇതും കൂടും. അപ്പോൾ അത്രയും വലിയൊരു ഇതിൽ കുറച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ ഫിൽഡ് ആവില്ല. പിന്നെയും നമുക്ക് വിശപ്പുണ്ടാവും, ക്രേവിങ് ഉണ്ടാവും. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഭക്ഷണം കഴിക്കാൻ പോകുന്നതിന് മുന്നേ കുറച്ച് വെള്ളം കുടിക്കും, ധാരാളമായിട്ട് ലിക്വിഡ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഭക്ഷണം കഴിക്കുന്ന ടൈമിൽ പോകുന്ന ടൈമിൽ കുറച്ച് കഴിച്ചാൽ ഫീലിംഗ് ആവുമല്ലോ അങ്ങനെ. അപ്പോൾ കഴിക്കുന്ന ക്വാളിറ്റി ആയിട്ട് കഴിക്കാൻ ശ്രദ്ധിച്ചു. കാരണം ഫീഡിങ് നിർത്തിയാലും മോനുണ്ട്, സോ അവൻ്റെ പിന്നിലാണെങ്കിൽ വർക്കും കാര്യങ്ങളും ഉണ്ടാവും. കംപ്ലീറ്റ് നമ്മൾ ഫുഡ് കാപ്സൊക്കെ അവോയ്ഡ് ആക്കി കഴിഞ്ഞാൽ പ്രശ്നമാകും, എനർജി ഡൗൺ ആവും, അതും പ്രശ്നമാണ്. അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ കാപ്സ് ഒന്ന് കുറച്ചിട്ട് പ്രോട്ടീന് അതിൻ്റെ ഇൻപുട്ട് കൂട്ടി. പിന്നെ കാപ്സിന് പകരം ഞാനൊരു ഉപയോഗിച്ചത് മില്ലറ്റ്സ് ആയിരുന്നു ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ചോറ് എന്തായാലും എനിക്ക് വേണം, ചോറ് ഭയങ്കര ക്രേവിംഗ് ഉള്ള ആൾ തന്നെയായിരുന്നു. അപ്പോൾ ഒരു നേരം ഉച്ചയ്ക്ക് ചോറ് ഞാൻ മസ്റ്റായിരുന്നു, ഒരു 2 സെർവിങ് എടുക്കുമായിരുന്നു, ചോറ് മസ്റ്റായിട്ട് എടുക്കുമായിരുന്നു. പിന്നെ ബാക്കിയുള്ള ടൈമിലൊക്കെ എഗ് വൈറ്റ്, അതേപോലെ തന്നെ പ്രോട്ടീൻ, മീന് മസ്റ്റായിട്ട്, മീനും ചിക്കനാണ്. ബീഫും മട്ടനൊക്കെ പരമാവധി ഒഴിവാക്കി. കാരണം അതിലെന്താ വെച്ചാൽ കൂടുതലായിട്ടും ഫാറ്റ് കണ്ടൻറ്റ് ഉണ്ട്, ബീഫ്, മട്ടൺ, റെഡ് മീറ്റ് ഇതിലൊക്കെ. അപ്പോൾ ഫാറ്റ് കണ്ടൻറ്റ് ഉള്ള സമയത്ത് ഓട്ടോമാറ്റിക്കലി അത് വെയിറ്റ് ഗെയിൻ കൂട്ടും, ഇൻഫ്ലമേഷനും കൂട്ടും. ഇത് എന്നാൽ ചിക്കൻ അങ്ങനെയല്ല, ലീൻ പ്രോട്ടീനാണ്. അപ്പോൾ ചിക്കന് ഹോൾ എഗ് തന്നെ ഞാൻ എടുക്കാൻ ശ്രദ്ധിച്ചു, 2 എഗ്ഗ് അങ്ങനെ എടുക്കാൻ ശ്രദ്ധിച്ചു. അതേപോലെ മൈദ അങ്ങനത്തെ ഐറ്റമൊക്കെ ഒഴിവാക്കിയിട്ട് വീറ്റ് ബ്രെഡ് അങ്ങനെ ഷിഫ്റ്റാക്കി. പിന്നെ ഫാസ്റ്റ് ഫുഡൊന്നും കംപ്ലീറ്റ് തൊട്ടേ ഇല്ല. അതിന് മുന്നൊക്കെ ഞാൻ അങ്ങനെ ക്രേവിങ്സ് ഉണ്ടാവും, കഴിക്കും. ഫ്രഞ്ച് ഫ്രൈസ് അതൊക്കെ കാണുമ്പോൾ കഴിക്കാനായിട്ട് തോന്നും, എനിക്ക് കഴിക്കാറുണ്ട്. സ്വീറ്റ് ക്രേവിങ്സും ഉണ്ടായിരുന്നു, പക്ഷെ അത് റെസ്ട്രിക്റ്റ് ചെയ്തു, മാക്സിമം റെസ്ട്രിക്റ്റ് ചെയ്തു. സ്വീറ്റ് ക്രേവിങ്സ് വരുമ്പോൾ ഇപ്പം എന്തായാലും ഒരു ചെറിയതുണ്ടെങ്കിൽ കഴിക്കാൻ തോന്നും, അപ്പോൾ ആ സമയത്ത് ഒന്ന് കട്ട് ചെയ്യും, കഴിക്കും. അങ്ങനെ കംപ്ലീറ്റ് റെസ്ട്രിക്റ്റ് ചെയ്തു എന്ന് പറയാൻ പറ്റില്ല, ഹ്യൂമൺ അല്ലേ, അത് പോസിബിൾ അല്ല. കുറച്ച് ചെറിയ തോതിലൊക്കെ എടുത്തിരുന്നു. എന്നാലും എന്താ പറയുക, ആദ്യത്തെ പോലെ ഒരു കൺട്രോൾ ഇല്ലാണ്ട് സ്വീറ്റ്സ് എടുക്കുക അങ്ങനെയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പാലിൻ്റെ ഇൻടേക്കൊക്കെ കുറച്ചു, മിൽക്ക് പ്രോഡക്ട്സ് അത് കുറച്ചു. തൈര് എടുക്കുന്നുണ്ടായിരുന്നു, എന്നാൽ വേറെ ചീസോ അങ്ങനത്തെ ഐറ്റംസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാനൊരു സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു ടൊഫു എന്ന് പറയും, നമ്മൾ സോയ എക്സ്ട്രാക്റ്റ് നിന്ന് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ അതൊരു പ്രോട്ടീൻ റിച്ച് ആണ്, പ്രോട്ടീനാണ്, കാൽഷ്യം റിച്ച് ആണ്. അത് ഞാൻ ഫുഡിൽ അത് കുറച്ച് എന്താ നമുക്കിപ്പോൾ നോൺ വെജ് കഴിക്കണം എന്ന് ആഗ്രഹമുള്ള ടൈമിൽ അത് ഇത്തിരി മസാലയൊക്കെ ഇട്ട് സ്റ്റിർ ചെയ്ത് കഴിക്കുമ്പോൾ ഒരു സബ്സ്റ്റിറ്റ്യൂട്ടാണ്, അത് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കുറച്ചുകൂടെ എനിക്ക് ഇഫക്റ്റീവ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ വാക്കിങ് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. വാക്കിങ് ഞാനൊരു 45 മിനിറ്റ്സ് തന്നെ ഞാൻ ശ്രദ്ധിച്ചത് വാക്ക് ചെയ്യാനായിട്ട് തുടങ്ങി. പിന്നെ ആഫ്റ്റർ ഡെലിവറി നമ്മൾ വെയിറ്റ് ലോസിനേക്കാളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്
നമുക്ക് വയറ് മാത്രം ചാടി ചാടി വരുന്ന ഒരവസ്ഥ. അതെ. ഇപ്പം എത്ര ചിലപ്പോൾ പ്രസവ ശുശ്രൂഷ എന്ന് പറയും അതൊക്കെ കെട്ടി എന്ത് ചെയ്താലും ചിലർക്ക് വയറ് തൂങ്ങിയത് റിട്ടേൺ ആവില്ല. അപ്പോൾ ഞാൻ വെയിറ്റ് ലോസായി വരുന്നുണ്ട്. ബിക്കോസ് ഞാൻ ഒരു 2 മന്ത് നോക്കുമ്പോൾ ഇപ്പോൾ ഓരോ വീക്ക് ഞാൻ ചെക്ക് ചെയ്യുമ്പോൾ വെയിറ്റ് ലോസായി വരുന്നുണ്ട്. സ്റ്റിൽ വയറ് കുറയുന്നില്ല, ഫിറ്റ് ആവുന്നില്ല. അപ്പം എന്ത് ഡ്രസ് ഇടുമ്പോൾ വയറ് മാത്രം തള്ളിയിട്ട് അത് എനിക്ക് ഭയങ്കര മനസ്സിനൊരു വിഷമം. അപ്പോഴാണ് ഞാൻ കിടന്നിട്ടുള്ള വർക്കൗട്ട്, അങ്ങനെ ഒരുപാട് എന്താ പറയുക ഓവർ വർക്കൗട്ട്സ് ഒന്നും ചെയ്തിട്ടില്ല. കിടന്നിട്ട് സ്ട്രെച്ചിങ് ആയിട്ടുള്ള എക്സസൈസ്, ലെഗ് റേസിങ് എക്സസൈസ്, പിന്നെ അബ്ഡോമിനൽ മസിൽസ് കുറയ്ക്കാനായിട്ട് അത് ഫിറ്റായി വെക്കാനായിട്ടുള്ളത്. അങ്ങനെ ഈ റെക്റ്റേ മസിൽസ് എന്ന് പറയും, അബ്ഡോമിനസ്, റെക്റ്റേ അബ്ഡോമിനസ്. അപ്പോൾ ഇത് നമ്മുടെ മസിലിൽ നമ്മൾ ഡെലിവറിക്ക് ശേഷം എന്താ വെച്ചാൽ നമ്മൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ടൈമിൽ ഈ മസിൽസ് മൊത്തം ഇങ്ങനെ വികസിച്ചിരിക്കുകയും ആഫ്റ്റർ ഡെലിവറി പെട്ടെന്ന് ചുരുങ്ങുകയാണെന്നുണ്ടെങ്കിലും മസിൽസ് അതേ പൊസിഷനിൽ ഈ റെക്ടസ് അബ്ഡോമിനാലിസ് എന്നൊക്കെ ഈ മസിൽസൊക്കെ തിരിച്ച് അതേപോലെ വരണമെന്നില്ല. അപ്പോൾ ഡയാസ്റ്റാസിസ് റെക്റ്റേ എന്ന് പറയും. അതായത് ഈ തടി ഉള്ളവർ പെട്ടെന്ന് മെലിയുമ്പോൾ ആ ഒരു ലൂസാവും, മസിൽസ് ഇങ്ങനെ ലൂസായി പോവും. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. ആ ഒരു സ്പേസ് അങ്ങനെ തന്നെ ഉണ്ടാവും, മസിൽ പ്രോപ്പറായിട്ട് ഒന്നും ചേരില്ല. അപ്പം അതിനുള്ള എക്സസൈസ് വർക്കൗട്ടും ഞാൻ ചെയ്തിരുന്നു. കുറച്ച് കിടന്നിട്ടാണ് ഞാനത് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണ് അത് മെയിനായിട്ട് കുറച്ചിട്ടുണ്ടായിരുന്നത്. മെയിനായിട്ട് ഫുഡ് റെസ്ട്രിക്ഷൻസും വാക്കിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. വെള്ളത്തിൻ്റെ ഇൻപുട്ട് കൂട്ടി. ഞാൻ പറഞ്ഞില്ലേ, ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ തന്നെ വാട്ടർ ഇൻടേക്ക് കൂട്ടി. പിന്നെ ടെൻഡർ കോക്കനട്ട് അത്യാവശ്യം എടുത്തിട്ടുണ്ടായിരുന്നു. ടെൻഡർ കോക്കനട്ട് എനിക്ക് നല്ല ഹെൽപ്ഫുള്ളായിരുന്നു, കുറച്ചുകൂടി എനർജി ബൂസ്റ്റിംഗ് ആയിട്ട്. സാധാ വെള്ളം കുടിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ അതും എടുത്തിരുന്നു. അതാണ് ഞാൻ ശ്രദ്ധിച്ചിരുന്നത് മെയിനായിട്ട്. പോർഷൻ കൺട്രോൾ ചെയ്തിരുന്നു, കാർബ്സ് കുറച്ചു, പിന്നെ മില്ലറ്റ്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതേപോലെ തന്നെ പ്രോട്ടീനും പിന്നെ നല്ല കൊഴുപ്പടങ്ങിയിട്ടുള്ളത് ബാദാം അതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ മോർണിംഗ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിൽ ഇപ്പോൾ ഒരു 2 മുട്ട അങ്ങനെ എടുക്കുമായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ ബ്രെഡ് ആണെങ്കിൽ വീറ്റ് ബ്രെഡ് അതൊരു 2 പീസ് അങ്ങനെ. അപ്പോൾ ഇതിൽ ചില സമയം പീനട്ട് ബട്ടർ കുറച്ച്, വളരെ കുറച്ച്. പീനട്ട് ബട്ടർ കലറി കണ്ടന്റ് പെട്ടെന്ന് കൂടുന്നതാണ്, എന്നാലും അരിഭക്ഷണം എടുക്കണേക്കാൾ ബെറ്റർ ആണല്ലോ. അപ്പോൾ ദോശയാണെങ്കിലൊക്കെ ഞാൻ 4-5 ദോശ അതിന് കൂടുതലൊക്കെ കഴിക്കുമായിരുന്നു. അപ്പോൾ അത് കൺട്രോളായി കിട്ടി. അങ്ങനെ ഇത് 2 എഗ് വൈറ്റ്, പിന്നെ ആയപ്പോൾ എന്താ എഗ് വൈറ്റ് മാത്രമാക്കി, യെല്ലോ മാത്രം, ഒരു മഞ്ഞ മാത്രം എടുക്കാനായിട്ട് അങ്ങനെ ശ്രദ്ധിച്ചു. പിന്നെ രാവിലെ ഇടനേരത്തിലാണെങ്കിൽ സ്വീറ്റ് ക്രേവിങ്സ് വരുന്ന ടൈമിൽ കൂടുതലായിട്ടും ഫ്രൂട്ട്സ് ഇൻടേക്ക് എടുക്കാനായിട്ട് ശ്രദ്ധിച്ചു. അതിൽ തന്നെ ഇപ്പോൾ കുക്കുംബർ അങ്ങനെ ഇപ്പോൾ സാലഡായിട്ടോ അതെടുത്തു. പിന്നെ ആപ്പിളൊക്കെ കാലറി കണ്ടന്റ് കൂടുതൽ, അപ്പോൾ അത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു, അതൊക്കെ കുറച്ചു. ബാക്കി കൂടുതലായിട്ട് വാട്ടർ മെലണ് അങ്ങനത്തെ ഫ്രൂട്ട്സാണ് കൂടുതൽ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫ്രൂട്ട്സ് എടുക്കുമ്പോൾ നമുക്ക് സ്വീറ്റ് ക്രേവിങ്ങും ഒന്ന് കൺട്രോളായി കിട്ടും. പിന്നെ സ്നാക്ക് ഇങ്ങനത്തെ ബേക്കറി ഐറ്റംസ് ഒക്കെ ഒന്ന് ഒഴിവായി കിട്ടും. എന്തെങ്കിലും ഒരെണ്ണം കഴിക്കുമ്പോൾ നമ്മുടെ വയറിന് ഫിൽഡായി എന്നുള്ളൊരു തോന്നൽ വരുമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു സറ്റേറ്റീവ് ഫീലിംഗ് വരും. അപ്പോൾ അങ്ങനെയാണ് ആ ഒരു മെത്തേഡാണ് ഞാൻ ശരിക്കും പറഞ്ഞ പോർഷൻ കൺട്രോളും ചെറിയ തോതിലുള്ള എക്സസൈസും ആണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് വെയിറ്റ് ലോസ് ചെയ്യാനായിട്ട്. ഇതിൽ കൺസിസ്റ്റൻസി ആണ് നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അതായത് ഒരു ദിവസം ചെയ്തു പിന്നെ ഡ്രോപ്പ് ചെയ്തു, മടുത്തു വിട്ടു, അതിൽ കാര്യമില്ല. നമ്മൾ ഒരെണ്ണം സ്റ്റാർട്ട് ചെയ്യുന്നത് മെല്ലെ ആണെങ്കിലും കൺസിസ്റ്റൻ്റ് ആയിട്ട് അത് കൊണ്ടുപോകാൻ പറ്റി. അങ്ങനെ ബ്രേക്ക് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, സ്വീറ്റ് ക്രേവിങ്സ് ഒക്കെ വരുമ്പോൾ ഇടയ്ക്ക് ഒന്ന് എടുക്കും. പക്ഷേ ഒരിക്കലും ഈ ഡയറ്റ് എന്നല്ല, പോർഷൻ കൺട്രോൾ ഞാൻ ശ്രദ്ധിച്ചു. ഇത്രയേ എടുക്കാൻ പാടുള്ളൂ എന്നുള്ളത്. ഒരുപാട് കഴിക്കുമ്പോൾ അത് ബുദ്ധിമുട്ടാവുമല്ലോ. ബുദ്ധിമുട്ടാവും. പക്ഷേ എനിക്ക് അത് ബുദ്ധിമുട്ടായിരുന്നു, കാരണം ഭക്ഷണം നല്ലോണം ഫുഡി ആയിരുന്നു. അപ്പോൾ പെട്ടെന്ന് അത് കുറയ്ക്കുമ്പോൾ, പക്ഷെ എന്താ പറയുക, വിൽ പവറോട് കൂടി തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും കുറയ്ക്കണം എന്നുള്ളൊരു ഡിറ്റർമിനേഷൻ ഉണ്ടാവും. ഒരുപാട് കഴിച്ചുകൊണ്ടിരുന്ന ഒരാൾക്ക് പെട്ടെന്ന് അത് കുറയ്ക്കാന്ന് പറഞ്ഞാൽ പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. ഞാൻ നല്ല കഴിക്കുമായിരുന്നു, എനിക്ക് തന്നെ അറിയായിരുന്നു. ഫുഡ് ആഫ്റ്റർ ബിഫോർ എടുക്കുമ്പോൾ ആ ഫുഡ് ഇൻടേക്ക് കുറയ്ക്കുക. പക്ഷേ അത് കുറയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഇപ്പം നോർമലി ഇപ്പോൾ ചില ആളുകൾക്ക് കോൺസ്റ്റിപ്പേഷനൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. പെട്ടെന്ന് വെയിറ്റ് ലോസും പെട്ടെന്ന് വെയിറ്റ് ഗെയിനും നമ്മൾ ശ്രദ്ധിക്കണം. ഞാൻ വളരെ കെയർഫുള്ളായിട്ടാണ് അത് കൊണ്ടുപോയത്. അപ്പോൾ ഞാൻ പ്രോപ്പർ ഡയറ്റീഷ്യൻ കോഴ്സൊക്കെ ചെയ്തുകൊണ്ട് പ്രോപ്പറായിട്ടാണ് ഞാനത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അത് നമ്മളൊരു നോളജ് ഇല്ലാണ്ട് കംപ്ലീറ്റ് പട്ടിണി കിടക്കുക, അത് അട്ടർ ഫൂളിഷാണ് കേട്ടോ.